ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുക്കിംഗ് വീഡിയോ ഡാൻസിങ് വീഡിയോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഞാനിവിടെ മീൻ കട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഫിഷ് കട്ടിങ് വീഡിയോ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. എനിക്കിവിടെ ഇപ്പം കയ്യിലിരിക്കുന്ന മീൻ കരിമീൻ എന്ന് പറയുന്ന മീനാണ്. കല്ലുമേലെ മീൻ എന്ന് പറയുന്നത് നമ്മൾ വെള്ളിയാൻ കല്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പിടിക്കുന്ന മീനാണ് കേട്ടോ. ഇതിന് ഏകദേശം ഒരു 2 കിലോയോളം ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ മുറിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വളോടെന്ന് പറഞ്ഞൊരു 3 കിലോ മീനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് മുറിച്ചെടുത്ത് സെറ്റാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പം മീൻ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വില ഒക്കെ വാങ്ങുമ്പോൾ ആ സമയത്ത് തന്നെ മുറിച്ച് തരുമ്പോൾ അവർ തൂക്കം അനുസരിച്ച് നമ്മുടെ എക്സ്ട്രാ കാശ് പിന്നെയും വാങ്ങും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണത് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവർക്കും വലിയ മീനൊന്നും മുറിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കമൻറ്റിൽ പറയാനും മറക്കരുത്. ഞാൻ അതുപോലെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. വ്യൂസൊക്കെ കുറവാണ് എനിക്ക് പൊതുവേ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊന്നും ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. വലിയ മീനുകൾ നമ്മൾ പൊതുവേ മുറിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ മീൻ പൊടിഞ്ഞു പോകും. അറിയാതെ എല്ലാം അതിൻ്റെ രീതി എങ്ങനെയാണ് മുറിക്കുന്നതെന്ന് അറിയാതെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും അല്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ ഫസ്റ്റ് മ്യൂസിക് കൊടുത്തായിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നത് കാരണം ഞാൻ വോയിസ് കൊടുക്കുകയാണ്, ഡബ് ചെയ്യാണ്. നിങ്ങൾ ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഫിഷ് കട്ട് ചെയ്യുന്നതിന് ബോറടിപ്പിച്ച് എന്നുള്ള കമൻറ്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടാൽ മതി. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി കമൻറ്റിലൊന്ന് പറയാൻ വേണ്ടി മറക്കരുത്. അപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് കട്ട് ചെയ്യാന്നൊക്കെ ഉള്ളത്. ഇത് ഒരു 2 കിലോ വരുന്ന മീനാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വറുക്കാനും കറി വെക്കാനും ഒക്കെ ഓരോ പീസസ് ആയിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ കണ്ടില്ലേ, എളുപ്പത്തിൽ മുറിച്ചെടുക്കാൻ പറ്റും നമുക്കത്. ഇത് വീഡിയോ ഓൾറെഡി സ്പീഡിൽ ഇട്ടതാണ് കേട്ടോ. അപ്പം നമുക്ക് ഒരുപാട് മീൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വെക്കേഷനിൽ വന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി കിട്ടിയ ഒരുപാട് മീനുകളാണിത്. ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന മീനുകളാണ്. വാളോട്, കരിമീൻ, ഉടുമ്പൻ എന്നൊക്കെ പറഞ്ഞുള്ള മീനാണ്. അപ്പം ഈ ഉടുമ്പനൊക്കെ കറി വെക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കറിയിലൊരു ഉപ്പേരി വെക്കാം, മീൻ ഉപ്പേരി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഉടുമ്പൻ ഉപ്പേരി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്ന് പോയി കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ വലിയ മീൻ എങ്ങനെയാണ് മുറിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞ് ഫ്രഷ് മീനാണല്ലോ. അപ്പോൾ ഫ്രഷ് മീൻ നമുക്ക് അതിന് ചെകിളപ്പൂവൊക്കെ കണ്ടാൽ മനസ്സിലാവുമല്ലോ അല്ലേ. അപ്പം ഫ്രഷ് മീനാണ്. മാത്രമല്ല ഇവിടെ നമുക്ക് ഒരു പോരായ്മ ആണുള്ളത്, നമ്മുടെ കത്തിയാനൊക്കെ മൂർച്ച കുറവായിരുന്നു കേട്ടോ. ഈ വലിയ മീൻ മുറിക്കാൻ പാകത്തിനുള്ള കത്രിക ഒന്നും ആയിരുന്നില്ല. പക്ഷെ നമ്മളത് എങ്ങനെയോ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഷെഫാണ് കേട്ടോ ഈ മുറിക്കുന്നത്. പക്ഷെ ആൾക്ക് കത്തിയൊന്നും ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് മുറിച്ചെൻ്റെ ബ്രദറാണ് കേട്ടോ മുറിച്ചൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഈ മീനിൻ്റെ തല നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു തലക്കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ഉച്ചക്ക് ചോറിന് വേണ്ടി വെക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ, അതായത് ഈ കറി വെക്കുന്നൊരു എളുപ്പത്തിൽ കറി വെക്കുന്നൊരു വീഡിയോ, നമ്മുടെ കോഴിക്കോടൊക്കെ എങ്ങനെയാണ് വെക്കുക എന്നുള്ളൊരു വീഡിയോ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ശരി, ഇപ്പോൾ ഒരുപാട് ഓണം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ, അപ്പോൾ എനിക്ക് ഒരുപാട് വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് ഇങ്ങനെ ചെയ്യണം. സമയം കിട്ടുമ്പോഴേക്കും എനിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ തല കണ്ടില്ലേ മീനിൻ്റെ, ഇതൊക്കെ ഇങ്ങനെ മുറിച്ച് മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ. പിന്നെ മീനിൽ ഞാൻ മുട്ട ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. മുട്ടയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 2 മുറിച്ച മീനിലും മുട്ടയൊന്നും ഉണ്ടായിരുന്നില്ല. മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഐറ്റം കൂടി ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ മുട്ട കിട്ടിയില്ല. പകരം മീനിൻ്റെ കരൾ, നെയ്യ് അതൊക്കെ കിട്ടിയിരുന്നു. അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വീഴുന്നത്, കണ്ടില്ലേ. അപ്പോൾ അത് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് മീൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. എളുപ്പത്തിൽ നമുക്ക് ആ കരളൊക്കെ പുറത്തെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പം അളിയനും കൂടിയാണ് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡും എൻ്റെ ബ്രദറും കൂടിയാണ് ചെയ്യുന്നത്. രണ്ടാളും നല്ല കൂട്ടാട്ടോ. അപ്പോൾ രണ്ടാളും കൂടിയാണ് എല്ലാത്തിനും. ഇവിടെ വന്നാൽ രണ്ടാളും കൂടി ഒരുമിച്ചുണ്ടാകും എല്ലാത്തിനും. അപ്പം അങ്ങനെ അതിൻ്റെ കരളും സാധനങ്ങളും നെയ്യും ഒക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. ഈ നെയ്യൊക്കെ ഇട്ടിട്ട് നമുക്ക് കറിയില്ല, മീൻ വെക്കുമ്പോൾ അതിനകത്തിടാൻ വലിയ വറുക്കാം, അതിനൊന്നൊരു പ്രശ്നം, നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ മീൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ മീനാണ് കേട്ടോ. ഈ മീൻ എനിക്ക് തോന്നുന്നു മുറിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 50 കഷ്ണത്തോളം, തലയടക്കം 50 പീസസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ മീൻ മുറിക്കുന്നത് കുറച്ച് പാടായിരുന്നു കേട്ടോ ഇതിനെ. ഇത് കണ്ടോ, നല്ല ഹലുവ കഷ്ണം പോലെ ഇരിക്കുന്ന, കോഴിക്കോടൻ ഹലുവ പോലെ ഇരിക്കുന്നുണ്ടല്ലേ. ഞങ്ങൾക്ക് അങ്ങനെ തോന്നി. ഞങ്ങളപ്പോൾ പറയുകയും ചെയ്തു, നല്ല ഹലുവ കഷ്ണം പോലെ ഇരിക്കുന്നുണ്ട് മീൻ. അതുപോലെ തന്നെ ടേസ്റ്റും അബ്ബാര് ടേസ്റ്റായിരുന്നു. നമുക്ക് മുളകിട്ടോ തേങ്ങ അരച്ചോ എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഞങ്ങളിവിടെ ഒരു തേങ്ങ അരച്ചിട്ടുള്ളൊരു കറിയുണ്ട്, നമ്മുടെ കോഴിക്കോട് സ്റ്റൈല്. നമ്മളധികം തേങ്ങ അരച്ചിട്ടാണ് ഇവിടെ നോർമലി കറിയൊക്കെ വെക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങളിത് കാണുക കേട്ടോ. സ്കിപ്പ് ചെയ്യാൻ പാടുള്ളതല്ല കേട്ടോ.
കണ്ടില്ലേ, ശരിക്കും ഞാൻ പറഞ്ഞ പോലെ ഹലുവ പീസസ് പോലില്ലേ, നമ്മൾ കഴിക്കുമ്പോഴൊക്കെ അതുപോലെ ആയിരുന്നു. നല്ല ജ്യൂസി ആയിട്ട് നല്ല അടിപൊളി ആണ്. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാരണം കുറേ വർഷത്തിന് ശേഷം ഞാനിപ്പോൾ ഫ്രഷ് മീൻ കഴിക്കുന്നത്. ഈ കടലിൽ നിന്ന് പിടിച്ച് കൊണ്ടുവന്നാടുള്ള മീൻ കഴിക്കുന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ മീനൊക്കെ നമുക്കിങ്ങനെ കിട്ടും കേട്ടോ. അച്ഛൻ ഫിഷർമാനാണ്. അപ്പോൾ ആൾ ഇപ്പം ഇതെല്ലാമാണ് ഇപ്പം ബോട്ടുകളൊക്കെ വെച്ച് നടത്തുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളും കണക്കൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മീനൊക്കെ കിട്ടും. പിന്നെ ഇത് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഏകദേശം 1000 രൂപയോളം ഉണ്ടായി ഈ 3 കിലോ മീനിന്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ട് അതാണ് നമ്മൾ ഇന്ന് കറി വെക്കുന്നത്. ഇതിൽ തന്നെയാണ് കറി വെക്കാനും വറുക്കാനും വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത്. വറുക്കുന്നതും ഞാൻ ഷോർട്സ് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഷോർട്സായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. നമ്മൾ വറുക്കുന്നതിൽ സ്പെഷ്യാലിറ്റി എന്താണ്, പല രീതിയിൽ നമ്മൾ മീൻ വറുക്കുമല്ലോ അതുപോലെ. അപ്പോൾ ഈ വലിയ മീനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ മീൻ ബിരിയാണിയൊക്കെ വെക്കാറാണ് പതിവ്. പക്ഷേ ഇപ്പം നമ്മൾ കറിയാക്കാമെന്ന് കരുതിയിട്ട് അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പാണ്. അപ്പോൾ തന്നെ കൈയോടെ തന്നെ നമ്മൾ തലക്കറിക്ക് വേണ്ടിയുള്ള തലയുടെ കഷ്ണമൊക്കെ മുറിച്ച് മാറ്റിയിട്ട് കേട്ടോ. ഇങ്ങനെ കല്ലുകൊണ്ടൊക്കെ കുത്തുന്നത് എന്താണെന്ന് വെച്ചാലേ മീനിൻ്റെ എല്ലിനൊക്കെ നല്ല ഉറപ്പുണ്ടാവുമല്ലോ, അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് വരും. ഇത് കണ്ടോ നിങ്ങൾ, മീനിൻ്റെ ചെകിളയുടെ ഭാഗത്താണ് കേട്ടോ ഇതിപ്പോൾ മുറിക്കുന്നത്. ചെകിളയുടെ അവിടെ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചെകിളപ്പൂവ് എന്ന് പറഞ്ഞിട്ട് കിട്ടും നമുക്ക്. ആ ചെകിളപ്പൂവും നമ്മൾ കറി വെക്കും. കറി വെക്കുന്നവരുണ്ട്, അത് കഴിക്കുന്നവരും കഴിക്കാത്തവരുണ്ട്. പിന്നെ അതാ കണ്ടില്ല, പൂ പോലെ ഇരിക്കുന്ന ചെകിള എന്ന് പറയും നമ്മൾ, ചെകിളപ്പൂവ് കണ്ടില്ലേ. അതൊക്കെ നല്ല ബ്ലഡ് ഉണ്ടാവും. നല്ലോണം വാഷ് ചെയ്തെടുത്തിട്ട് ശേഷം മാത്രം നമ്മളത് കറിയിലൊക്കെ ഇട്ടിട്ട് ഉപയോഗിച്ചാൽ മതിയാവും. തലക്കറി വെക്കുമ്പോൾ പിന്നെ കൂടുതലായിട്ട് നമ്മൾ നല്ല എരിവിൽ ആണ് വെക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. കാരണം അത് എരിവ് വെച്ചാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസ് ഞാൻ വരുന്നതാണ്. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.